അപ്പോൾ ഇന്ന് നടന്ന ബിഗ് ബോസിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞ ഒരു വലിയ പ്രകടനം എന്ന് പറയുന്നത് നെവിൻ കിറ്റ് ചെയ്തു പോയി, കിറ്റ് ചെയ്തു പോയി. കാരണം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അനുമോളാണ്. അനുമോൾ എപ്പോഴും അവരെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വേച്ഛാധിപതികളായിട്ട് നെവിനെയും ജിസേലിനെയുമാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പല ടാസ്കുകൾ ജയിച്ചാണ് രണ്ടുപേരെയും തിരഞ്ഞെടുത്തത്. അനുമോളും ഈ ടാസ്കിൽ പങ്കെടുത്തു, പക്ഷേ അനുമോൾക്ക് വിജയിക്കുവാൻ കഴിഞ്ഞില്ല. അതിനുള്ള ഒരു ദേഷ്യവും പരിഭവവും ഒക്കെ അനുമോൾക്കുണ്ട്. അനുമോൾ അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അമ്മയോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി നിന്ന് അനുമോളുടെ ദുഃഖങ്ങളൊക്കെ പറയുന്നുണ്ട്. ബിഗ് ബോസ് അനുമോളെ സാന്ത്വനിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറിയതിന് ശേഷമാണ് അനുമോൾ, അതായത് റെന ഫാത്തിമയെ അപ്പോൾ അവരുടെ ഏഴ് അടിമകളാണ് ഈ സ്വേച്ഛാധിപതികൾക്കുള്ളത്. കാരണം അവർക്കാണ് നോമിനേഷൻ ചെയ്യുവാനുള്ള അധികാരം. ഒരു ട്വിസ്റ്റായിരുന്നു അത്. നോമിനേഷനിൽ പങ്കെടുക്കുവാനുള്ള അധികാരം സ്വേച്ഛാധിപതികൾ ഈ 7 പേർക്കാണ് കൊടുത്തത്. അപ്പോൾ 7 പേരും സ്വേച്ഛാധിപതികളുടെ അടിമകളാണ്. അപ്പോൾ അങ്ങനെ വളരെ രസകരമായിട്ട് ഈ ഗെയിം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സ്വേച്ഛാധിപതികളായിട്ടുള്ള നെവിൻ്റെയും ജിസേലിൻ്റെയൊക്കെ പ്രകടനം വളരെ എടുത്തു പറയത്തക്കത് തന്നെയാണ്. വളരെ രസിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ പെർഫോമൻസ് നമുക്ക് ഹൗസിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റെനയും അനുമോളും തമ്മിൽ കിച്ചണിൽ ഭയങ്കര പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നു. അവിടെ ശരത്തപ്പാനി വരുന്നു, ശരത്തപ്പാനി സാന്ത്വനിപ്പിക്കുന്നു. അപ്പം അനുമോൾ വെച്ച കറി കൊടുക്കുന്നില്ല, അപ്പോൾ ഇതെനിക്ക് തന്നെയുള്ളതാണെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും അനുമോൾക്കെതിരെ തിരിയുന്നതായിട്ടൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ അനുമോൾക്കെതിരെ പറയുന്നുണ്ട്, നൂറയും പറയുന്നുണ്ട്. അനുമോൾ ജോലി ചെയ്യാതെ മാറിയിരിക്കുമ്പോൾ നൂറ ചോദിക്കുന്നുണ്ട്, എല്ലാവരും ഒരുപോലെയല്ലേ, എന്തുകൊണ്ടാണ് അനുമോൾ ജോലിയൊന്നും ചെയ്യാതെ മാറിയിരിക്കുന്നതെന്നൊക്കെ നൂറ പരിഭവം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അനുമോൾ ഫുഡൊന്നും കഴിക്കാതെ മാറിയിരിക്കുമ്പോൾ ശരത്തപ്പാനി വന്ന് അനുമോളെ വിളിക്കുന്നു. പക്ഷേ അനുമോൾ ഭക്ഷണം കഴിക്കുവാൻ ഒട്ടും കൂട്ടാക്കുന്നില്ല. എനിക്ക് വേണ്ട ചേട്ടാ, വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഈ ആദിലയും നൂറയും ഫുഡ് എടുത്തുകൊണ്ട് ആരും കാണാതെ കൊടുക്കുന്നുണ്ട്, ഇവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അനുമോളെക്കുറിച്ചാണ് ഒരു 2 ഗ്രൂപ്പായിട്ട് ഇവിടെ തിരിഞ്ഞിരിക്കുകയാണ്. ചിലർ 2 ഗ്രൂപ്പിലും കാലെടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഗ്രൂപ്പുകളുടെ പ്രകടനമൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കിച്ചണിൽ വെച്ചാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. കിച്ചണിലേക്ക് ജിസേൽ വരുമ്പോൾ അനുമോളുടെ ശ്രദ്ധയിൽപ്പെട്ടു, ജിസേൽ ലിപ്സ്റ്റിക്ക് പുരട്ടിയിരിക്കുന്നു. അതായത് ബിഗ് ബോസിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്, ലിപ്സ്റ്റിക്കോ അതുപോലെയുള്ള മറ്റ് മേക്കപ്പ് ഒന്നും പാടില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് ജിസേൽ കാണിച്ചിരിക്കുന്നത്. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ചുണ്ട് ഇങ്ങനെ തുടച്ചു, എത്തി വന്ന് അനുമോൾ തുടച്ചു. അപ്പോൾ അത് ഉടനെ തന്നെ എന്ത് ചെയ്തു? ജിസേൽ അനുമോളെ പിടിച്ച് തെള്ളുകയാണ്. അത് പെട്ടെന്നുണ്ടായ ഒരു പ്രകടനമാണ്, അതൊരു റിയാക്ഷനാണത്. അപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമായി. ജിസേൽ കരയുന്നു, അതുപോലെ തന്നെ എല്ലാവരും അതിനകത്ത് ഇടപെടുന്നു. അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പൊരിഞ്ഞ അടിയാണ് ഹൗസിൽ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ അതിനകത്ത് ഫീൽ ചെയ്യുന്നത് നെവിനെയാണ്. കാരണം നെവിൻ പറയുന്നുണ്ട്, ബിഗ് ബോസ് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് എടുക്കണം. ഒന്നുകിൽ അനുമോളെ ഇവിടുന്ന് എവിക്റ്റ് ആക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ വീക്കിലും അനുമോളെ നോമിനേഷനിൽ ഇടണം എന്നൊരു നിർദ്ദേശമാണ് നെവിൻ പറയുന്നത്. കാരണം അവരെല്ലാം അപ്പോഴത്തേക്ക് ഒന്നിച്ചു, മറ്റുള്ള എതിർ ടീമുകളെല്ലാം ഒന്നിച്ചു അനുമോളെ ഒറ്റപ്പെടുത്തുന്നു. പക്ഷേ ഈ സമയത്ത് അനുമോൾക്കും കുറേ പേരൊക്കെ അവിടെ അനുമോളുടെ സംഘത്തിലും ആളുകളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, തീർത്തും ഒറ്റപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ ഇവരെ 2 പേരെയും, അനുമോളെയും ജിസേലിനെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചു. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, അനുമോളെ ഇങ്ങനെ അനുമോൾക്ക് തക്കതായ പണിഷ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഹൗസ് വിടും, ഞാൻ കിറ്റ് ചെയ്യും, എവിക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അപ്പോൾ എന്താ ബിഗ് ബോസ് പറയുന്നത്, അടുത്ത ആഴ്ചയിൽ മോഹൻലാൽ വരുമ്പോൾ നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. വിടുന്ന സമയത്ത് നെവിന് ദേഷ്യം വന്നു. അപ്പം നെവിനെ ട്രിഗർ ചെയ്യുകയാണ് ആദിലയും നൂറയും. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ, നീ പറഞ്ഞല്ലോ വാക്ക് പാലിക്കണം, നീ അനുമോൾക്ക് പണിഷ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ നീ ഇവിടം വിട്ടു പോകും എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ ചെയ്യണം, ഞാൻ പോകാം.
അപ്പോൾ ഉടനെ ബിഗ് ബോസ് പറയുന്നുണ്ട്, നെവിൻ നിനക്ക് പോകണമെങ്കിൽ പോകാം എന്ന് പറയുന്നു. ഇതാ ഡോറ് തുറന്നിട്ടിരിക്കുകയാണെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ നെവിൻ പുറത്തേക്ക് പോകുന്നു. എല്ലാവരും അനുമോളും നോറ അതിൽ ഇവർക്കൊന്നും വലിയ വിഷമമില്ല. പക്ഷേ നെവിൻ്റെ കൂട്ടുകാർക്കെല്ലാം ഭയങ്കര സങ്കടമാണ്. അവരെല്ലാം കരയുന്നു. നെവിൻ എവിക്റ്റായി. അങ്ങനെയാണ് നെവിൻ പുറത്തേക്ക് പോകുന്നു. എവിക്റ്റായി നെവിൻ.